ഹായ്, ഞാൻ സുജു ബാലകൃഷ്ണൻ. ഇന്നത്തെ വീഡിയോ ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചിട്ടാണ്. അതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലാണ്. അത് സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതും അതായത് അറിഞ്ഞ് അത് അറിവിനനുസരിച്ച് ഉപയോഗിക്കേണ്ടതുമായ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അത്ഭുത സസ്യമാണ്. ആ സസ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രകൃതിയുടെ വരദാനം തന്നെ എടുത്തു പറയാം. അത് എല്ലാവരിലും എത്തിച്ചേരേണ്ടത് നമ്മളത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ സസ്യത്തിൻ്റെ സവിശേഷത നമ്മളെല്ലാവരും അത് അറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കേണ്ടതുമായൊരു ചെറിയൊരു അത്ഭുത ചെടിയെക്കുറിച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് അത്ഭുത സസ്യം. ചങ്ങലം വരണ്ട എന്ന് പറയും, അഥവാ ഉരുവരണ്ട എന്ന് പറയും. ചങ്ങലം വരണ്ട എന്ന പേര് പോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിലും ആ ചങ്ങലയായിട്ടുള്ള ഇത് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചട്ടിയിൽ ഇത് വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ വളരെ എന്താണെന്ന് പറഞ്ഞാൽ വളരെ ആ ചെടിക്കുള്ള അത് അമിതമായിട്ട് വരില്ല. നമ്മളിന്ന് ഈ പുകഴ്ത്തി പറയുന്ന ഒന്നും ആ ചെടിക്ക് അങ്ങോട്ട് അധികമായിട്ട് വരില്ല. അത്രയേറെ ആ സവിശേഷതയുള്ള ഒരു ചെടിയാണത്. ഹായ്, അപ്പോൾ എൻ്റെ ചങ്ങലമ്പരൻ്റെ ചെടി കണ്ടോ? ഇത് മേളിൽ നിന്ന് ഹാങ് ചെയ്ത് ഇങ്ങനെ താഴെ വരെ വന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ മേളിലാണ് ചട്ടി, മേളിലത്തെ ടെറസിലാണ് ഞാൻ ആ ചട്ടി വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് കണ്ടില്ലേ, ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഇതിൻ്റെ വേരൊക്കെ ഉണ്ടോ? കണ്ടോ? അത് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഹാങ് ചെയ്ത് നിറച്ചവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പം ഈ ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാടുണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ അസ്ഥി സംഹാരി എന്ന് പറയും. അതുപോലെ തന്നെ അത് ഇംഗ്ലീഷിൽ പറയുന്ന ബോൺ സെക്ടർ, അതാണ് പെർഫെക്റ്റ് വേർഡ്. കാരണം ചങ്ങലം വരണ്ട എന്ന് പറയുന്ന കണ്ടോ, ഇതിനകത്ത് കണ്ട പോലെ നീ ഹാങ് ചെയ്തിരിക്കുമ്പോൾ വള്ളി, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇത് കാണാം. ചങ്ങല പോലെ കണ്ടോ, ഇങ്ങനെ ചെയിനായിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ വന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു ചങ്ങലം ഉള്ളൊരു പേര് വന്നിരിക്കുന്നത്. അങ്ങനെ പരണ്ട. ആ പരണ്ട ചെടി നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെ പറയാറുണ്ട്, ഉരുവരണ്ട എന്നൊക്കെ പറയുന്ന ഇത് ഇത്ര ലെങ്ത്തിൽ കണ്ട 3 മീറ്റർ ആ ലെങ്ത്തിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് താഴേക്ക് വന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ ഡെക്കറേഷൻ പോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഹാങ് ചെയ്ത് വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മൾ ഔഷധ ചെടിയും ആണ്. ഇതിങ്ങനെ ഒരു സ്പെഷ്യൽ എഫക്റ്റോടുകൂടി നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കാരണം നല്ലൊരു ഫീച്ചറിൽ അത് കൊണ്ടുപോകാൻ പറ്റും. ഈ ചങ്ങലമ്പരൻ്റെ ചെടിയുടെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ബോൺ സെക്ടറുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ്, അതായത് പൈൽസിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ബ്ലഡിൻ്റെ അമിതമായ ഒരു ഫ്ലോ നമുക്ക് കുറയ്ക്കാനായിട്ട് ഇതിന് നല്ലൊരു പെർഫെക്റ്റ് മെഡിസിനാണത്. അതുപോലെ തന്നെ ഇപ്പോൾ ലേഡീസിനൊക്കെ ഉണ്ടാകുന്ന അതായത് ആർത്തവ സംബന്ധ ഒരു പ്രശ്നങ്ങൾക്കും വളരെ പരിഹാരമാണ് ഇത്. എന്നുവെച്ചാൽ ആ ഒരു പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് അതിൻ്റെ സോൾവ് ചെയ്യാനായിട്ട് ഈ ചങ്ങലമ്പരൻ്റെ ചെടിക്ക് ഒരു നല്ലൊരു എന്താ പറയുക മെഡിസിനൽ എഫക്റ്റ് എന്നൊക്കെ തന്നെ പറയാം. ഇതിനപ്പുറത്തേക്ക് വേറൊരു ചെടി ഇല്ലെന്ന് തന്നെയാണ് വൈദ്യന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായം. ഏറ്റവും നല്ല പെർഫെക്റ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് നന്നായിട്ട് ഉണ്ടാകാനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനും ഈ ചെടി വളരെയധികം സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് തോരൻ ഉണ്ടാക്കിയും എല്ലാം ചമ്മന്തി ഉണ്ടാക്കിയും അങ്ങനെ എല്ലാം ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ ആ ഒരു ചെടിക്ക് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെടി നമുക്ക് പച്ചക്കൊക്കെ നമ്മളെ ഹാൻഡിലായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നും അറിയത്തില്ല, നന്നായിട്ട് ചൊറിയും. നല്ലൊരു എഫക്റ്റ് ഉണ്ട്. അപ്പം അത് മാറാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നെയ്യിലും അത് ഓയിലിലൊക്കെ ചൂടാക്കി എടുത്തിട്ടാണ് അതിൻ്റെ വേറെ ചൊറിച്ചിൽ മാറ്റാനുള്ള വേറൊരു രീതി ചെയ്യുന്നത്. അപ്പം ഈ ചെടിയെന്ന് വെച്ചാൽ നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കാം, ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെ ആ രീതിയിലും നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമ്മളുടെ അസുഖങ്ങൾ മാറ്റാനും വരാതിരിക്കാനും ഉള്ള രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണിപ്പോൾ എൻ്റെ ടെറസിൽ ചങ്ങലമ്പരൻ്റെ സ്പ്രെഡ് ചെയ്ത് ഇരുന്ന് ഇങ്ങനെ കാട് പോലെ വന്നിട്ടുണ്ട്. ഈ ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ വലിയൊരു ഫ്ലോയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഉണ്ടായാൽ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ അത് സ്പ്രെഡ് ചെയ്ത് നല്ല രീതിയിൽ അത് വളർന്ന് നല്ല ഗ്രോത്തായിട്ട് വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു വീട്ടിൻ്റെയൊക്കെ ഒരു തൈ ഉണ്ടാകുന്നത് ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ
നമ്മുടെ പണ്ടത്തെ നാട്ടു വൈദ്യന്മാരും അതുപോലെ തന്നെ പണ്ട് ഉള്ള ആൾക്കാരുടെ വീടുകളിലെല്ലാം സത്യം പറഞ്ഞാൽ ഈ ചങ്ങലംപരൻ്റെ ചെടി ഉണ്ടായിരുന്നു എന്നാണ് കേട്ടുകേൾവി ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ പല സ്ഥലത്തും കാരണം എല്ലാവരും അന്വേഷിച്ചപ്പോൾ പല ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം മിക്കവരുടെ വീട്ടിലില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഇല്ല. അപ്പം ഈ ചെടി ഞാനിപ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്താൻ തന്നെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല കേസിൽ നമുക്ക് പല മെഡിസിനെ കുറിച്ച് പല അറിവില്ലായിരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ അറിവിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പ്ലാന്റിനെ കുറിച്ചും ഈ പ്ലാന്റിൻ്റെ കഴിവിനെക്കുറിച്ചും ഞാനിന്ന് അതിനുള്ള പറയാമെന്ന് വെച്ചത്. കാരണം ഈ ചെടി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു അത്ഭുത സസ്യമാണ്. ഈ സസ്യം നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നമ്മളെ ദൈവം, അതായത് ഗോഡ്സ് ഓൺ കൺട്രിയിൽ ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ചെടികളിൽ ഉള്ള ചെടി എന്ന് പറയാം. ഇതൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്യണ്ടേ, യൂസ് ചെയ്യണം. അപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ഈ ചെടീനെക്കുറിച്ചും ഈ ചെടി എന്തെല്ലാം തരത്തിൽ നമുക്ക് യൂസ് ചെയ്ത് വരാമെന്നതിനെക്കുറിച്ചും നമ്മൾ ചെറുതായിട്ടൊക്കെ, വലിയ നമ്മൾ ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യനോ ഒന്നും അല്ലെങ്കിൽ പോലും നമ്മളെ സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. കണ്ടോ, ചെറുതായിട്ട് ഓരോ ശാഖയിൽ നിന്ന് അത് കണ്ടോ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അത് വരികയും ചെയ്യും. നല്ല രീതിയിൽ അത് ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും അതിൻ്റെ എളുപ്പം, അതായത് ഇളയ ശാഖയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് അത് എടുക്കാൻ നമുക്ക് അത്ര ഇതൊന്നും തോന്നത്തില്ല, ചൊറിച്ചിലൊന്നും തോന്നത്തില്ല. മൂത്തതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ സ്കിന്ന് കളയേണ്ടി വരും. കാരണം എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരാൾ വീണ് കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ ഹെവി ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു നോക്കി എല്ലിന് അസ്ഥി സംബന്ധമായിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങോട്ട് ചതച്ച് അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ അതിന് പാക്ക് ചെയ്ത് കെട്ടി പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 വീക്സ് സമയം എടുക്കുന്നില്ല. 1 വീക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും വൈദ്യന്മാർ പണ്ടത്തെ. ആ സമയം കൊണ്ട് ബോൺ സെക്ടറിന് അതിൻ്റെ വിളിപ്പേരാണ്. എല്ല് കറക്റ്റായിട്ട് സെറ്റായി എത്രയും വേഗം നമുക്കല്ല നമ്മളെ അസുഖം ഇത് മാറി നമ്മൾ എന്താ പറയുക റിക്കവർ ചെയ്ത് നമ്മൾ വരുന്ന പറയുന്നത്. അപ്പോൾ അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ നോളജും ഏറ്റവും വലിയ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് വേണ്ടതും ചെയ്യുന്നത്. കാരണം നമുക്ക് അസുഖം വന്നിട്ട് നമ്മൾ കിടപ്പിലായി അല്ലെങ്കിൽ കുറേ നാൾ റെസ്റ്റ് എടുത്ത് കഷ്ടപ്പാട് അനുഭവിച്ച് വന്നേക്കാളും എത്രയോ നല്ലൊരു ഇതാണ് നമ്മളുടെ നോളജ് കൊണ്ട് നമ്മൾ എത്രയും വേഗം നമ്മൾ റിക്കവർ ഒന്നും പറ്റാതെ നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്കൊക്കെ പറയാം, ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ ശരിക്കും അവരുടെയൊക്കെ ധാതു എല്ലിൻ്റെയൊക്കെ ബലം കുറയും. ധാതു നഷ്ടം വന്നിട്ട് അങ്ങനെ പറയും, ഇത്ര നാൾ കഴിയുമ്പോൾ ഇത്ര വയസ്സ് കഴിയുമ്പോൾ അവരുടെ എല്ലൊക്കെ ഇങ്ങനെ വീക്കാകും എന്നൊക്കെ പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചങ്ങലംപരൻ്റെ ചെടി വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിച്ച് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ധാതു സമ്പത്തിൻ്റെ നഷ്ടം നികത്തി, അല്ലാതെ എല്ലിനൊക്കെ നല്ല ബലം കിട്ടുന്ന രീതിയിലും അസ്ഥികൾക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് അവരുടെ എല്ലാം ലൈഫ് കൊണ്ടുപോകാനും വളരെ അത്യുത്തമമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു മെഡിസിൻ ഏതെങ്കിലും ആൾക്ക് പറയാനുണ്ടെങ്കിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയ്ക്കും വളരെ ഒരു അത്ഭുത സസ്യമാണ് ഈ ചങ്ങലംപരണ്ട എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഇപ്പോൾ നീര് വന്നെന്ന് വെച്ചോ, ഈ ഇത് വെച്ചിട്ട് അങ്ങോട്ട് കെട്ടി പാക്ക് ചെയ്ത്, ഇതും ചങ്ങലംപരൻ്റെയും ഉപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഉപ്പും അതിപ്പോൾ തേന്, നെയ്യ്. പക്ഷേ ഇതെല്ലാം അറിവ് വെറുതെ എന്തെങ്കിലും കാണിച്ച് കൂട്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല. അറിവുള്ളവർ പറഞ്ഞു തരുന്ന രീതിയിൽ ഉപയോഗിക്കുക, അത് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്നതാണ്. കാരണം നമ്മൾ ഓരോന്നൊക്കെ പറയും, ഇപ്പം ചങ്ങലംപരൻ്റെ തേനും നെയ്യും ഒക്കെ ഉപയോഗിക്കുക എന്നൊക്കെ ആരും കേട്ട് എന്തെങ്കിലും കേട്ട് ഉപയോഗിച്ച് പോകരുത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കോമ്പിനേഷൻ അതിന് ആവശ്യം വേണ്ട ഒരു അറിവാണ്. കാരണം ചിലത് കറക്റ്റ് അളവിൽ ഇങ്ങനെ അളവിലെടുക്കാൻ പാടില്ല. അതിൻ്റെ പ്രൊപ്പോർഷൻ ഒന്ന് മാറ്റി ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അസുഖമൊക്കെ മാറി വരാനുള്ള നമ്മൾ ആ ഒരു ഉദ്ദേശശുദ്ധിയാണ്. അതുപോലെ നമുക്ക് കഷ്ടപ്പാടൊന്നും വരാതിരിക്കുക. അതെന്ന് വെച്ചാൽ കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഒന്ന് ലേശം ഒന്നും മറിഞ്ഞു വീണാൽ നമ്മുടെ കയ്യോ കാലോ ഓടിയുക, ആ അവസ്ഥയൊക്കെ മാറാനും ഇതൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കുന്നത്, തോരൻ വെച്ച് കഴിക്കുന്നതും ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നതും അത് നല്ല. പിന്നെ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും, കാരണം ദഹനത്തിൻ്റെ പ്രശ്നം, പ്രോബ്ലംസ് ഇപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഇത് വളരെ അത്യുത്തമമാണ്. കാരണം ഇതിൻ്റെ പൊടി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ആ പൊടിയും തേനും കൂടെ ലേശം പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ വയറ് സംബന്ധം പ്രോബ്ലം, ദഹന കുറവിൻ്റെ അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വളരെ അതിനുള്ള പരിഹാരം തന്നെ പറയാം.
അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എല്ലാ വൈദ്യന്മാർ പറയുന്നതാണ്. വൈദ്യന്മാരും അത് നോക്കിയിട്ടുള്ള ആ നാട്ടുവൈദ്യന്മാരും ഇത് എക്സ്പീരിയൻസ് ചെയ്തവരും, അങ്ങനെ ഞാൻ ഒരുപാട് ഞാനിപ്പം സ്റ്റഡി ചെയ്ത് നോക്കി. അപ്പോൾ അവരുടെ നല്ല അഭിപ്രായം കേട്ട് ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി നിൽക്കുന്ന മെഡിസിൻ പ്ലാന്റൊക്കെ ഞാനൊക്കെ വളർത്തി നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടൊരു ഏറ്റവും നമുക്ക് അത്ഭുതമായ ഒരു സസ്യം എന്ന് പറയാനായിട്ട് ഈ ചങ്ങലമരൻ്റെയാണ്. ചങ്ങലമരം ഒരു ദിവ്യ ഔഷധം എന്ന് തന്നെ പറയാം. കാരണം പൈൽസ്, എത്രയോ പേര് പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നു. അവർക്ക് പുറത്ത് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം വെച്ചാൽ ആ ഒരു പൈൽസിൻ്റെ പേരിൽ ഒരുപാട് ഹോസ്പിറ്റലുകാർ നമ്മളെ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട്. എന്തോ വേറെന്തോ ഒരു ഇതുപോലെ തന്നെ നമ്മളെ ചങ്ങലമരനെ കുറിച്ച് ഐതിഹാസികമായ ഔഷധ സസ്യം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പൈൽസിന് ഐതിഹാസികമായ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കിയ. കാരണം ഹോസ്പിറ്റലിന് എല്ലാ ഹോസ്പിറ്റലിനും ഞാൻ കുറ്റം പറയുന്നില്ല. ചില ഹോസ്പിറ്റൽ അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിന് പണിയും കിട്ടിയിട്ടുണ്ട്, ഞാൻ പേരും പറയുന്നില്ല. അങ്ങനെ കാരണം വെച്ചാൽ അങ്ങനെ പറ്റിക്കലായിട്ട് ഒരുപാട് വ്യാജ ഡോക്ടർമാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആരോഗ്യവും നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലുള്ള മെഡിസിനെയും അത് മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇതല്ല നമ്മൾ എന്നെ ചതിക്കൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥ എനിക്കെന്നല്ല മറ്റൊരാർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മെഡിസിനൽ പ്ലാന്റും കാര്യങ്ങളും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്താം, നിങ്ങൾക്കും അതിനനുസരിച്ച് മനസ്സിലാക്കാം. അതിനനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും നമുക്ക് ചോദിക്കാം. അപ്പോൾ എനിക്കും എൻ്റെ മൈൻഡും ക്ലിയർ ആവും. നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു അറിവും മറ്റുള്ളവരോട് നമ്മൾ പങ്ക് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഷാർപ്പാവത്തേ ഉള്ളൂ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏതൊരാളുടെ അറിവും ചെറുതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരും അവരുടെ അറിവുകൾ എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ, കാരണം നമ്മൾ വെച്ചാൽ ഞാനും തന്നെ ഒരാളുടെ മാത്രമല്ല, ബാക്കി എല്ലാവരുടെയും ആരോഗ്യം കറക്റ്റായിട്ടെല്ലാം ഒരുപോലെ വരുമ്പോൾ മാത്രമേ നമ്മളെന്താ പറയുക, എല്ലാവരും ഒരു അസുഖവും ഇല്ലാത്ത രീതിയിലേക്ക് നല്ല രീതിയിൽ പരസ്പരം, അല്ലെങ്കിൽ ഒരാൾക്ക് അപ്പുറത്തെ വീട്ടിൽ അസുഖമുണ്ട്, എനിക്കൊരു അസുഖമില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു കണ്ടീഷൻ നല്ലത്. എനിക്കും അസുഖമില്ല, അപ്പുറത്തെ വീട്ടിലും അസുഖമില്ല. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് എന്ന ആരോഗ്യ പരിപാലനത്തിനൊക്കെ നമ്മൾ എത്തിച്ചേരുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ മെഡിസിൻ പ്ലാന്റും കാര്യങ്ങളെല്ലാം വളർത്തുന്നതനുസരിച്ച് നിങ്ങളോട് ഇതൊക്കെ അല്പമെങ്കിലും, എല്ലാമൊന്നും വേണ്ട, കുറച്ചൊക്കെ വളർത്താനൊക്കെ പറയാം. അപ്പോൾ ഈ ചങ്ങലമരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ഒരു സംഗതിയാണ്. നിങ്ങൾക്കിത് ഇത് വളർന്നേക്കുന്നത് കണ്ടാലും മനസ്സിലാവും. അധികം ഒന്നും വേറെ പ്ലേസ് ഒന്നും വേണ്ട, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം മതി എന്ന് പറയുന്നതന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട്. കണ്ടോ കയ്യെത്തുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ നീട്ടി പറയാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിന് റൂഫിലേക്കൊക്കെ കയറാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചങ്ങല പോലെ വള്ളി പോലെ അങ്ങനെ പോയിക്കോളും.